പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് വാഴാനിക്കാവിൻ്റെ മുന്നിലാണുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ ഒരു കൂത്തമ്പലമുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. അപ്രതീക്ഷിതമായിട്ട് ഈ വഴിക്ക് എത്തിയപ്പോൾ നമ്മളൊന്ന് ടേൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഏതായാലും ഇവിടെ വന്നത് നന്നായി. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സായാഹ്നങ്ങളും അതുപോലെ തന്നെ പ്രഭാതമൊക്കെ മനോഹരമാണ്. പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടം. ഏതായാലും ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അത്ര അടുത്തായിട്ട് പോലും നമ്മൾ പലപ്പോഴും വരാത്തതും ആയിട്ടുള്ള സ്ഥലമാണ് ഭാരതപ്പുഴയുടെ കരയിൽ. ഇപ്പോൾ ഇത് പ്രസിദ്ധമാണത്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഈ ഒരുപാട് സിനിമകൾ, ചന്ദ്രോത്സവം, അതുപോലെ തന്നെ അജഗജാന്തരം, അങ്ങനെ ഒരുപാട് സിനിമകൾ. അതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത. കണ്ടോ, ഭാരതപ്പുഴയിലേക്ക് ക്ഷേത്രത്തിൻ്റെ മുഖം. ഇതാണ് ഇതിൻ്റെ കൂത്തമ്പലം. അതുപോലത്തെ ഒരു കൂത്തമ്പലം നമുക്ക് കാണാൻ കഴിയുന്നത് ആര്യങ്കാവിലാണ്. അതുപോലെ ഒരു കൂത്തമ്പലം കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രകൃതി രമണീയമായൊരു സ്ഥലം. അതാണ് പൊളി വൈബ് അല്ലേ? അടിപൊളിയല്ലേ അനിലെ? എങ്ങനെയുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് ശരിക്കും ഒന്നും കൂടി ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു പച്ചപ്പേ ഭംഗി നല്ലോ പറയും. ഇപ്പോൾ എന്തൊരു മനോഹരമാണ്. പൊളി 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 പൊളി. പിന്നെ നഷ്ടം. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് യാത്ര ചെയ്യാം കേട്ടോ. നല്ല ജീവിതം. ചളിയാണ്. ഇനി അവിടെ ചടങ്ങല്ലേ? ആ, ആയിക്കോട്ടെ തീർച്ചയായിട്ടും. പുറത്തുനിന്ന് ക്യാമറ വെക്കാം അല്ലേ? അതെ, മുണ്ടില്ല കയ്യിൽ. അതെ. ഇവിടെ ഈ ക്ഷേത്രത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, 2 കോമരങ്ങളാണ് ഈ ഭഗവതി ക്ഷേത്രത്തിനുള്ളത്. രണ്ടാമത്തത് 2 കൊടിമരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ ദേവീ പ്രാർത്ഥനകളാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ധാരാളമായിട്ട് ഇവിടത്തേക്ക് എത്തിച്ചേരുന്നു. പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നു. ആ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു, അതായത് ആ ദേവിയുടെ ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്നത്. ഭക്തരായിട്ടുള്ള ആളുകൾ നിരന്തരം ഇവിടെ വരികയും അവർ ആവലാതികൾ പറയുകയും അത് നിവർത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ദേവിയുടെ ചൈതന്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ ആളുകൾ വരുന്നത്. അപ്പോൾ എന്നെന്നും ഓടിയെത്തുന്ന അമ്മയുടെ തിരുനട, ആ തിരുനടയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. വാഴാനിക്കാവിൻ്റെ ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ഇവിടെ വരുമ്പം ഈ പിന്നെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ഒപ്പിയെടുക്കാൻ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇതാ അവിടെ കോമരത്തിൻ്റെ ആ ഒരു ചെലങ്കയുടെ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്.
ഇന്ന് നടന്ന ചടങ്ങിനെ കുറിച്ച് പറയാമോ? ധാരികവധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നിപ്പോൾ 2 വെളിച്ചപ്പാടാണ്. ഒരു വെളിച്ചപ്പാടിന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ അമ്പലത്തിൽ 2 വെളിച്ചപ്പാടാണ്. തൃശ്ശൂർ ജില്ലയിൽ 2 വെളിച്ചപ്പാടുള്ള അമ്പലം നമ്മുടെ ഈ വാഴലിക്കാവാണ്. അതാണ് 2 കൊടിമരം, 2 ശ്രീകോവില്, 2 വെളിച്ചപ്പാട്, 360 ധാരികവധം പാട്ട്. ധാരികവധം പാട്ട് വഴിപാട് കഴിക്കുന്നവർക്ക് കൽപ്പനയുണ്ട്. അങ്ങനെയുള്ള ഐതിഹ്യങ്ങളാണ് നമ്മുടെ അമ്പലത്തിൽ. അത് ശരി. ഇന്നിപ്പോ ഈ ധാരികവധം പാട്ടും ദേവി തന്നെ വെളിച്ചപ്പെട്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു അല്ലേ? തീർച്ചയായും ദേവി പുറത്തേക്ക് വരികയാണ്. അത് ജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്. അതാണ് അവസാനം കണ്ട ചടങ്ങ് അല്ലേ? എല്ലാം ഐതിഹ്യങ്ങളാണല്ലോ. എത്ര വർഷമായി ഇവിടെ? നിയർലി ഒരു 250 വർഷം മേലുണ്ടാവും. ഉണ്ടാവും. അതല്ല ചോദിച്ചത്, വെളിച്ചപ്പാട് എത്ര വർഷമായി ഇവിടെ? തുടക്കത്തിലുണ്ട് സാർ. ചെറുപ്പത്തിലേ ഉണ്ട്. എൻ്റെ അങ്കിളായിരുന്നു ഇവിടെ. അമ്മാവനായിരുന്നു. അമ്മാവനത് പാരമ്പര്യമായി കിട്ടിയത്. നമ്മുടെ ഇപ്പോൾ ചേച്ചി നായന്മാർക്കാണ് ഇതിൻ്റെ അധികാരം. ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന കുറുപ്പന്മാരാണ്, പൂജിക്കുന്ന നമ്പൂതിരിമാരാണ്. അങ്ങനെയൊക്കെയുള്ള ഐതിഹ്യങ്ങളാണ്. കൂത്തുമാടൊക്കെ ഉണ്ട്. ഭഗവതിക്ക് 7 ദിവസം കൂത്തുണ്ടാവും. കൊടിയേറ്റം കഴിഞ്ഞൊരു 7 ദിവസം കൂത്തുണ്ടാവും. ഭഗവതിക്ക് നേരിട്ട് ദർശിക്കാനായിട്ടാണ്. വടക്കോട്ടാണ് ഭഗവതി തിരിഞ്ഞിരിക്കുന്നത്. അതാണ് കൂത്തുമാടം. ഇത് ഭാരതപ്പുഴയാണത്. എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും? നിയർലി ഒരു അറിയില്ല, എന്നാലും പറയപ്പെടുന്നത് മാക്സിമം ഒരു 200 മേലുണ്ടാവും. 200 വർഷത്തെ പഴക്കമുണ്ടാവും. അറിയപ്പെടുന്നൊരു ക്ഷേത്രം. തീർച്ചയായിട്ടും. ഒന്നാമത് ഇത് ഏതാ പുഴ? ഭാരതപ്പുഴയുടെ തീരത്ത് നിൽക്കുന്നൊരു ക്ഷേത്രം. തീർച്ചയായിട്ടും. ഇവിടെ ഉത്സവം എപ്പോഴാ? ഉത്സവം കഴിഞ്ഞു മാർച്ച് 6-ാം തീയതിയാണ്. കുടുംബത്തിൽ അശ്വതി നാളക്കാണ്. അമ്മയുടെ പിറന്നാളാണ്. എന്നാണ് ഉത്സവം. എന്തൊക്കെയാണ് ഉത്സവത്തിന്? എല്ലാ ഉത്സവം ആനയൊക്കെയുണ്ട്. ആന, തറ, പൂതൻ എല്ലാം ഉണ്ടാവും. 10,000-കണക്കിന് ആളുകൾ. തീർച്ചയായിട്ടും. കഴിഞ്ഞാൽ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മുകുന്ദൻ നായരാണ്. ഓക്കെ. അതാണ് 2 കൊടിമരം, 2 ഭഗവതിയാണ്, 2 വെളിച്ചപ്പാടാണ്. 2 വെളിച്ചപ്പാടാണ് ഇവിടെ ഉള്ളത്. വെളിച്ചപ്പാടുണ്ട് ഇവിടെ. 360 ദിവസം 2 വെളിച്ചപ്പാടും ദിവസം ധാരികവധം പാട്ടുണ്ട്. ധാരികവധം പാട്ടിന്റെ ഉടമസ്ഥർ വന്ന് 2 വെളിച്ചപ്പാടും കൽപ്പന കൊടുക്കും. അത് ശരി. അങ്ങനെയുള്ള ഐതിഹ്യങ്ങളാണ്. ഇതെന്താ സംഭവം? മരുന്നാണ്. ഇത് വഴിപാടാണല്ലേ? വെടി വഴിപാട്. 20 രൂപ അല്ലേ? ഇതിപ്പോ പൊട്ടിക്കോ? ഭഗവതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വെടിവഴിപാട്. 20 രൂപയാണ് ഒരു വെടിവഴിപാടിന്. ഇപ്പോൾ അത് പൊട്ടിക്കും. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇപ്പോൾ റെഡി ആയിരിക്കണം. അപ്പോൾ അതും കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ട്. അപ്പോൾ കോമരത്തെ നമ്മൾ കണ്ടു. കോമരം ആളുകളെ, ആ ഭക്തരെ അനുഗ്രഹിക്കുന്നത് ദേവിക്ക് വേണ്ടിയാണല്ലോ. ദേവിയുടെ പ്രതീകമായി ദേവി തന്നെ വെളിച്ചപ്പെട്ട് നേരിട്ട് വന്ന് ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് മനോഹരമായിട്ടുണ്ടല്ലേ? ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഇപ്പോൾ ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ, നമ്മുടെ മലബാർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ കലാമണ്ഡലം കഴിഞ്ഞ് കലാമണ്ഡലത്തിൻ്റെ അവിടുന്ന് പൈങ്കുളം വഴി വാഴാലിക്കാവിൽ അവിടെ ബോർഡുകളുണ്ട്, സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലുള്ള അതിന് ഈ തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിലും നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ അവിടുന്ന് ചെറുതുരുത്തിയിൽ നിന്ന് പൈങ്കുളം വഴി വരികയാണ് എളുപ്പം. നമ്മൾ മലപ്പുറത്ത് വരികയാണെങ്കിൽ ചെറുതുരുത്തി വഴി, അത് കുറ്റിപ്പുറത്തുനിന്ന് കുമ്പിടി, തൃത്താല, അങ്ങനെ ചെറുതുരുത്തിക്ക് വരാം. അല്ലെങ്കിൽ പട്ടാമ്പി വഴി വരാം. ഏത് വഴി വന്നാലും ചെറുതുരുത്തി പ്രസിദ്ധമാണല്ലോ, കലാമണ്ഡലമൊക്കെ പ്രസിദ്ധമാണ്. കലാമണ്ഡലത്തിൻ്റെ ചെറുതുരുത്തിയിൽ നിന്ന് പൈങ്കുളം വഴി ആണ് വാഴാലിക്കാവിലേക്ക് വരിക. അവിടെ എല്ലായിടത്തും ബോർഡുകളുണ്ട്, വളരെ പ്രസിദ്ധമാണ്. ഈ പാലക്കാട് ജില്ലയിലെ കാവുകൾ ഭാരതപ്പുഴയുടെ പാലക്കാട് ജില്ലയല്ല, അത് തൃശ്ശൂർ ജില്ലയിലും ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ഉണ്ടല്ലോ. അപ്പുറത്തെ ഭാഗം കിള്ളിക്കുറിശിയാണോ സംശയമുണ്ട് എനിക്ക്, അത് ചോദിക്കണം. ഇതിന്റെ അങ്ങനത്തെ സൈഡ് എവിടെ വരിക? അല്ല, അപ്പുറത്തെ ഏതാ? കിള്ളിക്കുറിശിയാണോ? അതെ അല്ലേ? അപ്പൊ ആര്യങ്കാവൊക്കെ ഈ ആ ഭാഗത്താ വരിക. അപ്പോൾ ഒറ്റപ്പാലത്തിന്റെയും ഷൊർണൂരിന്റെയും ഇടയിലാണ് വാഴാലിക്കാവ്. നിലമ്പൂരാണല്ലേ? പ്രിയപ്പെട്ടവർ, ഇവിടത്തേക്ക് വരാനുള്ള വഴികളെക്കുറിച്ച് നമ്മുടെ സഹയാത്രികൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് ഈ പാടം കടന്നിട്ട് മാന്നന്നൂർ സ്റ്റേഷൻ, ഈ പാടം കടന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു വിവരം.
അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരണയായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഏതായാലും വിട്ടുപോകണ്ട, ഈ വഴിക്ക് പോകേണ്ട നേരെ ഈ വാഴാനിക്കാവിലേക്ക് പോകുന്നുള്ളൂ. ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും ആ അമ്മയുടെ ആ ഒരു ഇരിപ്പും കോമരത്തിൻ്റെ വെളിച്ചപ്പെടലും ആ മൊത്തത്തിലുള്ള ഒരു വൈബുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് അനുഭവിക്കുക തന്നെ വേണം സാർ. അവിചാരിതമായി കിട്ടിയ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വാഴാനിക്കാവിലേക്ക് നിശ്ചയമായിട്ടും വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.